പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. എങ്ങനെ നല്ല രീതിയിലൊരു മുരിങ്ങ നട്ടു വളർത്താം, അതിനെന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, നല്ല വിളവ് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വഴിയിലോട്ട് കുറച്ച് മുരിങ്ങ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ ടെറസിലും കുറച്ചുണ്ട്. അതെല്ലാം നമ്മൾ പറിക്കുവാണ്. പാകമായിട്ടുണ്ട്, കുറേ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകമായത് അത്രയും നമ്മൾ പറിച്ചെടുക്കുവാണ്. ഒത്തിരി അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല. ഈ ഒരു പരുവത്തിൽ നമ്മളിത് പറിച്ചെടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കിവിടെ ഉള്ളത് ഒത്തിരി വർഷമായ, ഒരു 10-15 വർഷമായൊരു മുരിങ്ങയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴേന്നത് വളർന്നിട്ട് നമ്മുടെ ടെറസയിലോട്ട് ഇത് വളർന്നു വന്നേക്കുവാണ്. നമുക്കിത് ചെറുതായിട്ട് നിർത്തണമെങ്കിൽ അതിൻ്റെ മേൽഭാഗം ഒന്ന് നുള്ളി കൊടുത്ത് അങ്ങനെ നിർത്താം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിങ്ങനെ ടെറസിലോട്ടും ഇങ്ങനെ ഫുള്ളിങ്ങനെ പടർന്ന് കിടക്കുവാണ്. ഇഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുകയേ ചെയ്യരുത്. നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ മുരിങ്ങയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കാനേ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഇതിന് നല്ലതാണ്. ചൂട് കഞ്ഞിവെള്ളം. ഇത് പെട്ടെന്ന് കായ്ക്കുന്നതെന്ന് പറയുന്നത് ചൂട് തട്ടുമ്പോഴാണ് ഇത് ശരിക്കും കായ്ക്കുന്നത്. ഇപ്പോൾ ഈ വേനൽ സമയത്താണ് ഇത് ഒരുപാട് കായകളുണ്ടാകുന്നത്. അപ്പോൾ നല്ല ചൂട് തട്ടുമ്പോഴേ ഇത് നന്നായിട്ട് കായ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് മുരിങ്ങയെ വളർത്താൻ പറ്റും. നമുക്ക് കമ്പ് നട്ടുപിടിപ്പിച്ചും അതുപോലെ തന്നെ വിത്തിട്ട് നമുക്ക് മുരിങ്ങ വളർത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയ്ക്ക് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് വിത്ത് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്ന് പോയി, മാർക്കറ്റിലെല്ലാം ഇതിൻ്റെ വിത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് നടാം. ഇപ്പം വിത്തിട്ട് നടുന്ന ചെടിയാണെങ്കിൽ അത് 9 മാസം കൊണ്ട് കായ്ക്കും. അതേസമയം നമ്മൾ കമ്പ് നടുവാണെങ്കിൽ 2-3 വർഷം എടുക്കും അത് കായ്ക്കാനായിട്ട്. നമുക്ക് അത് ഇല മാത്രം മതിയെങ്കിൽ നമ്മളൊരു ഗ്രോ ബാഗിനകത്ത് പോട്ടിനകത്ത് ഒരു കമ്പ് കുത്തിവെച്ച് നമുക്ക് കിളിപ്പിക്കാം. ഇതിൻ്റെ ഇലയ്ക്ക് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തോരൻ വെച്ച് കഴിച്ചാലൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഇത് നല്ലതാണ്. ഈ മുരിങ്ങയുടെ ഇലയും തേങ്ങാപ്പാലൂടെ മിക്സ് ചെയ്ത് തലയിൽ തേച്ചാൽ അത് മുടി വളരാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ നമുക്ക് ഇത് ഒരു 8 അടി പൊക്കം വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മേൽഭാഗം നുള്ളി കൊടുത്താൽ അതിന് ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നമുക്കതൊരു കുഞ്ഞു മരമായിട്ട് അത് നമുക്ക് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇലയൊടിക്കാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിലും നമുക്കിത് വളർത്താനായിട്ട് പറ്റും. നമ്മുടെ മുരിങ്ങയ്ക്ക് നമ്മൾ ആദ്യം ഈ നട്ട് കൊടുക്കുന്ന ആദ്യത്തെ 6 മാസം നമ്മൾ നല്ലതായിട്ട് വളം ചെയ്യുകയൊക്കെ ചെയ്യാം. വളം എന്ന് പറയുന്നത് ഇതിന് മെയിനായിട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഈ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഇതിന് വളം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ചിലർ മുരിങ്ങ വെച്ചിട്ട് അതിന് കായ ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ആണെങ്കിൽ കടുക് അരച്ച് അതിൻ്റെ ചുവട്ടിലൊഴിച്ചാൽ അത് നല്ലതായിട്ട് കായ്ക്കും. അതുപോലെ തന്നെ നമ്മൾ പൂ പിടിച്ചിട്ട് അത് കായാകാത്ത, ചിലത് കായാകാറില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ ഫിഷ് അമിനോ ആസിഡും അതുപോലെ തന്നെ എഗ് അമിനോ ആസിഡും നമുക്ക് സ്പ്രേയറിനകത്താക്കി ഇതിനകത്ത് അടിച്ചു കൊടുത്താൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുരു ആണെങ്കിൽ കിളിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കിളിപ്പിക്കണം. അപ്പം അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഈ മുരിങ്ങയിലയുടെ നീരിനകത്ത് ഇട്ടാലും പെട്ടെന്ന് തന്നെ അത് നമുക്ക് കിളിച്ച് കിട്ടും. ഇപ്പം നമ്മൾ മുരിങ്ങയുടെ വിത്ത് വെള്ളത്തിലിടുമ്പോൾ ചില വിത്തുകളൊക്കെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അത് നമ്മൾ കിളിക്കത്തില്ല, അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുരിങ്ങ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും നമുക്ക് മുരിങ്ങയുടെ പൂവും കായും ഇലയും എല്ലാം പ്രയോജനമാണ്. വീട്ടിലൊരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.